പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ലളിതദാസിനെ അനുവദിച്ചോർത്ത് യേശു മഹാരാജാവിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് 2033 7 വിരലുകൾ ചൂണ്ടുകയാണ്. 33 എത്താൻ ഓരോ വിരലുകൾ ചൂണ്ടാൻ നമ്മൾ വിരലെണ്ണാവുന്ന കാലേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? എന്നതുപോലെ 33 എത്താൻ 7 വർഷം, 7 വിരലുകൾ എന്നതുപോലെ 7 വിരൽ ചൂണ്ടികൾ, ഓരോ വിരലും ചൂണ്ടി ഓരോ വർഷത്തെ ചൂണ്ടി പറയുകയാണ്, ഇതാ 33 എത്താൻ പോകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വചനത്തെ ഓർത്തപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിരുന്നു, യേശുക്രിസ്തു മിന്നൽ പിഴ പോലെയാണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെഫാനിയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാം തിരുവചനം. അവിടെ ഇങ്ങനെ കാണുകയാണ്, സെഫാന്യ 3:8 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: അസഹിഷ്ണുവായ എൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും. അസഹിഷ്ണുവായ എൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും എന്നൊരു വചനം. അതുപോലെ തന്നെ മലാക്കിയുടെ പുസ്തകം 4:1 കർത്താവ് എഴുതിയിരിക്കുകയാണ്, ഇതാ ചൂള പോലെ കത്തുന്ന ദിനം വരുന്നു. ചൂള പോലെ കത്തുന്നത്, ചൂള കത്തുക എന്ന് പറഞ്ഞാലൊക്കെ ആ അഗ്നിയുടെ ചൂടും മനുഷ്യബുദ്ധി ചിന്തിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുശേഷം വീണ്ടും പറഞ്ഞിരിക്കുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഭൂമി ഉരുകിപ്പോകുന്നത് കർത്താവ് മിന്നൽപ്പിണർ പോലെയാണ് ഭൂമിയിലേക്ക് വരുന്നതെങ്കിൽ അവിടെ ഭൂമിക്ക് എന്താണ് സംഭവിക്കുന്നത്? ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു എന്നാണ് ചോദിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ എടുത്തു വെച്ച് വായിച്ചാൽ, ഞാൻ പറയുന്നതൊക്കെ ശരിയോ തെറ്റുന്ന വചനം എടുത്തു വെച്ച് വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ഒന്ന് ഉണ്ടാക്കി പറയുന്നതല്ല, അതെല്ലാം യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ട വചനങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടും പറഞ്ഞു തന്നുകൊണ്ടും ആണ് ക്ലാസ് ഇത്. ഇനി നമ്മൾ 2033 7 വിരലുകൾ ചൂണ്ടുന്നു. ഓരോ വർഷവും ഓരോ വിരൽ ചൂണ്ടിയിട്ട് പറയാണ്, ഇതാ ഈ വർഷം, അടുത്ത വർഷം 2027. ഈ 2027 ഏത് വചനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നലെ അതിൻ്റെ ഇന്നത്തെ ഞാൻ നിങ്ങൾ അർത്ഥം പറഞ്ഞത്. അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടേ 2 നിയമഗ്രന്ഥങ്ങളിൽ നിന്ന്, ഒന്ന് പഴയ നിയമഗ്രന്ഥം, മറ്റൊന്ന് വെളിപാട് ഗ്രന്ഥം. 2 വചനത്തിലേക്ക് ഈ 2033 ആധാരമാക്കി 2027 ആദ്യത്തെ വിരൽ ചൂണ്ടുമ്പോൾ നാം വായിക്കേണ്ട വചനം ഏതാണെന്ന് അറിയാമോ? അത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും. അന്ന്, ഇന്നല്ല, അന്നെന്ന്. ഇത് എത്ര വർഷം എഴുതിയ? യുഗങ്ങൾക്ക് മുമ്പ് എഴുതുക. അന്ന് പറയണം, അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരപ്പടയാളികൾക്ക് ഭ്രാന്തും വരുത്തും. ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്ന അന്ന് ഞാൻ യൂദാഭവനത്തെ കടാക്ഷിക്കും. യൂദായുടെ കുലങ്ങൾ പറയും, ജെറുസലേം നിവാസികൾക്ക് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ശക്തി ലഭിച്ചിരിക്കും. ഇപ്പം നമുക്കറിയാം, അമേരിക്കയും ഇറാനും തമ്മിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം, ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു അടിസ്ഥാനമായ ഒരു കാരണം യുദ്ധത്തിന് വേണ്ടിയിട്ടില്ല. ഇപ്പോൾ അവർ അനുഭവം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ ഇറാൻ മൂലം ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ലോകത്തെ മൊത്തം ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ അതിശക്തമായി ബാധിക്കുന്നതും പെട്ടെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതുമായ വലിയൊരു കാരണം, ഒരു അടിസ്ഥാന കാരണം നമ്മൾ നോക്കുമ്പോൾ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിൽ പെട്ടെന്ന് ഏറ്റുമുട്ടാത്തതും യുദ്ധം പൊട്ടിപ്പുറപ്പെടാത്തതും. എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും 2027 ആദ്യ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവനും നോക്കി കാത്തിരിക്കുന്ന ജെറുസലേം ദേവാലയത്തിൻ്റെ പണി ഇസ്രായേൽ ആരംഭിക്കുന്ന കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന, ഇപ്പോൾ അവർക്ക് ജെറുസലേം ദേവാലയമില്ല പ്രാർത്ഥിക്കാൻ. അതിന് പറഞ്ഞാൽ, അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും. ഏതാണ് ആ കല്ല്?
അലക്സ പള്ളി എന്ന സ്ഥാനത്ത് അവർക്ക് ജെറുസലേം ദേവാലയം പണിയണം. കാരണം അവിടെയായിരുന്നു പഴയ ദേവാലയം. അപ്പോൾ ഇന്ന് പണിയുന്ന തടസ്സമുണ്ട്. ആ തടസ്സത്തെ അവർ മാറ്റിക്കൊണ്ട് അവർ ജെറുസലേം ദേവാലയം പണിയും. ആ പണിയുമ്പോൾ എന്തു സംഭവിക്കും? ലോകം ആഗോള 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്ത് ചാടപ്പെടും. അന്ന് പൊട്ടിത്തുടങ്ങിയാൽ പിന്നെ അത് നിർത്തുവാൻ ആരെക്കൊണ്ട്? പിന്നെ 7 വർഷത്തെ യുദ്ധമാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അതെങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത വചനം നമ്മൾ ഇങ്ങോട്ട് വിരൽ ചൂണ്ടിയാണ്. നമ്മൾ ഇങ്ങോട്ട് പഴയ നിയമത്തിൽ വിരൽ ചൂണ്ടി, അടുത്ത വിരൽ ഇങ്ങോട്ട് വെളിപാടിലേക്ക് വിരൽ ചൂണ്ടി നമ്മൾ പറയുന്നതാണ് അത് വെളിപാടിൻ്റെ പുസ്തക ഗ്രന്ഥം. വെളിപാടിൻ്റെ ഗ്രന്ഥം, പുസ്തകം എന്നൊന്നും പറയുന്നതിൽ കഥയിൽ പ്രിയപ്പെട്ട ഗ്രന്ഥം. ഗ്രന്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രന്ഥികളെ സംബന്ധിച്ചത്. ഗ്രന്ഥികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചത്. ഇന്ദ്രിയങ്ങളെ എന്ന് സംബന്ധിച്ചാൽ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ വിശുദ്ധിയെ സൂചിപ്പിക്കാനാണ് ഇന്ദ്രിയം. ഇന്ദ്രിയം മുഴുവൻ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ പരിശുദ്ധാമയിലാണെങ്കിൽ അവൻ വിശുദ്ധിയുള്ളവനാണ്. ഇന്ദ്രിയം പരിശുദ്ധാമയിൽ അല്ലെങ്കിൽ അവൻ അശുദ്ധനാണ്. അതുകൊണ്ട് പറയാം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാടിൻ്റെ വിശുദ്ധ ഗ്രന്ഥം 6-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ കർത്താവാണ്, കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നു. അപ്പോൾ ഞാൻ നോക്കി, ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ എന്നോട് വരിക എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ. അവനൊരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. അത് ഇസ്രായേലിന് ഇസ്രായേലിന് വെള്ളക്കുതിരയായിട്ട് സങ്കല്പിക്കാം. മറ്റൊന്ന് വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. വെള്ളക്കുതിര യേശുവിൻ്റെ വാഹനമാണ്, അല്ലെങ്കിൽ മിസൈലുകളാണ് എന്നൊക്കെ സൂചിപ്പിക്കാം. യേശു ക്രിസ്തു മിന്നൽപ്പിണർ പോലെ ഭൂമിയിലേക്ക് വരുന്നത് ക്രിസ്തുവിൻ്റെ ആ ശക്തമായ വരവിനെ, അജയ്യനായ ക്രിസ്തു, ഭൂമിയിൽ ഒരിക്കലും തോറ്റിട്ടില്ലാത്ത, പാതാളത്തിൽ തോറ്റിട്ടില്ലാത്ത, ഇന്ന് വരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത സർവശക്തനായ യേശുനാഥൻ, യേശു ക്രിസ്തു എന്ന പരമസത്യം, ആ സത്യം വിജയത്തിലേക്ക് ജയത്രയാത്ര ആരംഭിക്കുന്ന അത് എന്നാണ് 1-ാം മുദ്ര പൊട്ടുമ്പോഴാണ്. 6 മുദ്ര തുറന്നു. കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നു. 1-ാം മുദ്ര തുറന്നു. 1-ാം മുദ്ര തുറക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജെറുസലേം ദേവാലയത്തിന്റെ പണി അവിടെ ആരംഭിക്കുന്നു. ആ സമയത്ത് 1-ാം മുദ്ര പൊട്ടുന്നു. യുദ്ധകാഹളം. ഇന്ന് വരെ കണ്ടുള്ള യുദ്ധമല്ല, ഇനി വരാൻ പോകുന്ന യുദ്ധത്തിന് നമ്മൾ വിചാരിക്കും, 2 രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമല്ലേ, അത് സാധനമല്ല. അടുത്ത യുദ്ധം, ഈ 3-ാം ലോക മഹായുദ്ധം, സകല മനുഷ്യരും അതിൻ്റെ തിക്തഫലങ്ങൾ, വേദനകൾ, അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചേ പറ്റൂ, അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ 2033 7 വിരലുകൾ. 1-ാം വിരലിൽ നമ്മൾ കണ്ടത് സക്കറിയ പുസ്തകം 12:3. അതേ വിരൽ തന്നെ, 2-ാം വിരലല്ല, ആ വിരൽ തന്നെ വലത്തോട്ട് തിരിയുമ്പോൾ എന്ത് പറയുന്നു? വെളിപാടിൻ്റെ പുസ്തകത്തിലെ 1-ാമത്തെ മുദ്രയുടെ തുറക്കൽ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ ഈ 2033 7 വിരൽ എന്ന് പറഞ്ഞത്. അടുത്ത നാളെ 2-ാമത്തെ മുദ്ര, 2-ാമത്തെ വിരൽ ചൂണ്ടുന്ന വചനം ഏത് എന്ന് നമുക്ക് നോക്കാം. 2027 കഴിഞ്ഞ് 2028 എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അവിടെ എന്താണ് പ്രശ്നമെന്ന് വിശകലനത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് നാളെ പഠിക്കാം. അതിനായി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനകളും കൂട്ടായ്മകളും നമ്മുടെ ഭവനങ്ങളിൽ, ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മളിനി സഭയെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരുങ്ങിക്കൊള്ളുക. സഭ അവിടെ നിന്നിട്ട് സഭയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ഉദാശകളൊക്കെ സ്വീകരിച്ച് വിശുദ്ധിയോടായിരിക്കാം. മറ്റൊന്ന്, നമ്മളാൽ കഴിയുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചും പ്രാർത്ഥനകൾ ശക്തിപ്പെടുത്തിയും അതിൽ ദാനധർമ്മങ്ങൾ ചെയ്തും പരോപകാര പ്രവൃത്തി ചെയ്തും ഫലം ചൂടി നിൽക്കുന്ന ഒരു വൃക്ഷമായി മാറുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കർത്താവ് നമ്മളെ വ്യക്തിപരമായി വിധിക്കും. കർത്താവിൻ്റെ അന്ത്യവിധി, കർത്താവിൻ്റെ ഭീതിജനകമായ ഭയാനകമായ ലോകത്തിൻ്റെ അവസാനം, ലോകത്തിൻ്റെ അന്ത്യനാളുകൾ, ആ നാളുകളിലേക്ക് എത്തപ്പെടുന്ന കാലഘട്ടത്തിന് തൊട്ടുമുമ്പായിട്ടുള്ള ഏതാനും ചില വർഷങ്ങൾ മുമ്പിൽ നാം ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ, അതിശക്തമായ ബോധജ്ഞാനവും അതിശക്തമായ ആത്മീയ പ്രവർത്തനവും അതിശക്തമായ പരിശുദ്ധാത്മ അഭിഷേകശക്തിയും അതിശക്തമായ ജ്ഞാനവും അതിശക്തമായ വചന അഭിഷേകവും വചന ജീവിതവും നാം നയിച്ചില്ലെങ്കിൽ, ഇത്രയും കാലം ജീവിച്ച എൻ്റെ മനസ്സും ശരീരവും, ഇത്രയും കാലം കേട്ട സുവിശേഷവും, ഇത്രയും കാലത്തെ ക്രിസ്ത്യാനിറ്റി കൊണ്ട് എനിക്ക് എൻ്റെ സ്വർഗീയ അപ്പൻ്റെ അടുത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ, ഇതിൽ പരമൊരു നഷ്ടവും ഇതിൽ പരമൊരു വിഷമവും ക്ലേശവും ആകുലതയും മറ്റെന്താണുള്ള പ്രിയ സഹോദരൻ. അതുകൊണ്ടാൽ നമ്മൾ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം, പ്രത്യേകിച്ചും ഈ ക്ലാസ്സുകൾ, ഈ ധ്യാനത്തിൻ്റെ വചനങ്ങൾ, ദൈവവചന ചിന്തകൾ, ഈ ദൈവവചന കൂട്ടായ്മകൾ മറ്റൊരു ലോകത്തോ ഒരു സ്ഥലത്തോ ഒരു ഇടവകയിലോ ഒരു സ്ഥലത്തും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നിങ്ങൾ പറയുന്നത്, ഇതിനകത്ത് മാത്രമേ ഈ ക്ലാസ്സിൽ കൂടെ മാത്രമേ
നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു ആത്മീയ ഒരുക്കം. ഇന്ന് ഞാൻ പല വൈദികരുടെയും ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കേരളത്തിലെ ചില വിവിധ ധ്യാന സെൻ്ററുകളിലെ ക്ലാസ്സുകൾ പൊതുവെ ഞാൻ എടുത്തു വെച്ച് നോക്കും, ഇവർക്ക് എന്താണ് പറയുന്നത്. വെറും സുവിശേഷമാണ്, വെറും സുവിശേഷം എന്ന് ഞാൻ ഈ പറയുള്ളൂ. കാരണം സുവിശേഷത്തിൻ്റെ അന്തസത്ത നാം കേട്ടു, ഗ്രഹിച്ചു, മനസ്സിലാക്കി. ഇനി വെറുതെ നമ്മൾ വെറുതെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അതിനെപ്പറ്റി, വെറും സുവിശേഷം എപ്പോഴും ബർത്ത്ഡേ പറഞ്ഞിരിക്കുന്ന പോലെ അതിലല്ല. യേശുവിൻ്റെ വരേണ്ട ഒരുക്കത്തിലേക്കാണ് നമ്മൾ. യേശു ക്രിസ്തു ഇതാ ഉടൻ ഭൂമിയിലേക്ക് വരുന്നു, ലോകം അവസാനിക്കുന്നു, യുഗം അവസാനിക്കുന്നു. മത്തായിയുടെ സുവിശേഷം യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ യുഗാന്ത്യം കഴിഞ്ഞാൽ പിന്നെ എന്ത്? അതെല്ലാം പഠിക്കണം, അതിലറിയണം, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ആ ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കണം, ഏതെല്ലാം വചനം പാലിച്ചിരിക്കണം, ഏതെല്ലാം വിശുദ്ധിയിലായിരിക്കണം. അല്ലാതെ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരഴകുഴവൻ ജീവിതം കൊണ്ട് ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. വീണു പോകാതെ പിടിച്ചിരിക്കണമെങ്കിൽ, നിൽക്കുന്നവരെ കൊണ്ട് പോകുന്ന യേശു ക്രിസ്തു മുമ്പിൽ നിൽക്കണമെങ്കിൽ വിശുദ്ധിയുടെ ശക്തി. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, അത് മൂന്നും ചേരുമ്പോൾ പിന്നെ കിട്ടുന്ന ശക്തിയാണ് ശക്തി. ആദ്യത്തെ 3 തലവും വിശുദ്ധി പ്രാപിച്ചാൽ പിന്നെ അവന് ലഭിക്കുന്ന ശക്തിയാണ് ശക്തി. അതാണ് പൂർണ്ണ ശക്തി. ആ പൂർണ്ണ ശക്തിയുള്ളവരെ മാത്രമേ യേശുവിൻ്റെ വരയിൽ നിൽക്കുകയുള്ളൂ. ബാക്കിയുള്ള വീണു പോകുന്നവരെ ആർക്കും വേണ്ട, ദൈവത്തിനൊട്ടും ഒട്ടും വേണ്ട. ഇപ്പോൾ വീണു പോകാനുള്ള എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ എന്ന് പഠിക്കുവാൻ ഒരേ ഒരു അവസരമാണ്. ഹല്ലേലൂയ, ആമേൻ. അതിനായി യേശു ക്രിസ്തു ഉണ്ടാകുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, പ്രത്യേകമായിട്ട് ഒരുങ്ങാം. അതിനായി എല്ലാവരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ക്ലാസ്സിലേക്കും ആരാധനയിലേക്കും ഒക്കെ വരിക. കർത്താവിനെ ഓർത്ത്, എനിക്ക് പ്രിയ സഹോദരനെ ഞാൻ സ്നേഹപ്പെടുന്ന നിങ്ങൾ പറയുകയാണ്, എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും നേടാനോ ഒന്നും നഷ്ടപ്പെടാനോ ഇല്ല. എനിക്ക് റബ്ബർ വെട്ടാനുണ്ട്, അല്ലെങ്കിൽ കപ്പക്കുടം കൊത്താനുണ്ട്, ഒരു വാഴക്കൃഷി ചെയ്യാനുണ്ട്, ഇഷ്ടംപോലെ പണിയെടുക്കാനുള്ള സ്ഥലവും അതിനുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവായ യേശു വരവിന് വേണ്ടി സ്വയം ഒരുങ്ങാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഒരുക്കാനും നമ്മൾ മെനക്കെടുമ്പോൾ നിങ്ങൾക്ക് ആ അവസരങ്ങൾ ഉപയോഗിക്കാൻ അവരവസരമായിട്ട് തന്നെ കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സാഹചര്യങ്ങളിലേക്ക് വരിക. അതിനായി നമ്മെ ഓരോ സമർത്ഥം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.